അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് എന്ന നിങ്ങളുടെ സ്വപ്ന ജോലി നേടണ്ടേ? എന്താണ് ഈ ജോബിന്റെ പ്രത്യേകത? ഒരു ബിടെക് ഉദ്യോഗാർത്ഥി സർവീസിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു സെക്കൻഡ് ഗസറ്റഡ് പോസ്റ്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും. കടുത്ത മത്സരത്തിൽ മുന്നിലെത്തണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ടെക് PSC നിങ്ങൾക്കായി ഒരു സുവർണാവസരം ഒരുക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്റർ, വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം എന്നീ സവിശേഷതകളോടെ ടെക് PSC അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നീ പ്രത്യേകതകൾ അടങ്ങിയ ഈ കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 4999 രൂപയ്ക്ക്. ഹലോ ഫ്രണ്ട്സ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആകുന്ന വാട്ടർ എഞ്ചിനീയറിംഗ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: The water which is not chemically pure but does not contain anything harmful to human health is called as. ഓപ്ഷൻസ്: പ്യുവർ വാട്ടർ, ഡിസ്റ്റിൽഡ് വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ, ഹോൾസം വാട്ടർ. അപ്പോൾ ഈ വാട്ടറിനെ കുറിച്ചുള്ള ഈ ടെക്നിക്കൽ ടേംസ്, ഇതിൻ്റെ ഡെഫിനേഷൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്യുവർ വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് കെമിക്കലി നമ്മൾ വാട്ടറിൻ്റെ കോമ്പോസിഷൻ പറയും H2O എന്നത്. അങ്ങനെ പ്യുവറായിട്ട് H2O എന്ന കെമിക്കൽ കോമ്പോസിഷൻ മാത്രമുള്ള വെള്ളത്തിനെയാണ് നമ്മൾ പ്യുവർ വാട്ടർ എന്ന ടേം യൂസ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അടുത്തത് പോർട്ടബിൾ വാട്ടർ, വിച്ച് ഇസ് വാട്ടർ ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. ഡ്രിങ്കിങ് പർപ്പസസിന് ഫിറ്റ് ആയിട്ടുള്ള വാട്ടറിനെയാണ് നമ്മൾ പോർട്ടബിൾ വാട്ടർ എന്ന ടേം യൂസ് ചെയ്ത് ഡിഫൈൻ ചെയ്യുന്നത്. പാലറ്റബിൾ വാട്ടർ എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ കാഴ്ചയിൽ ക്ലീൻ ആണ് എന്ന് തോന്നും, എന്നാൽ ഇറ്റ് ഇസ് നോട്ട് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. അങ്ങനത്തെ വെള്ളമാണ് പാലറ്റബിൾ വാട്ടർ. ഹോൾസം വാട്ടർ ഇസ് വാട്ടർ വിച്ച് ഇസ് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്, പക്ഷേ അത് പ്യുവർ H2O അല്ല, പക്ഷേ ഇറ്റ് ഇസ് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. നമുക്ക് അത് കുടിക്കുന്നതുകൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാതെ സേഫ് ആയിട്ടുള്ള വാട്ടറാണ് ഈ ഹോൾസം വാട്ടർ. പൊല്യൂട്ടഡ് വാട്ടർ, ഇനോർഗാനിക് സോൾട്ട്സ് അല്ലെങ്കിൽ കെമിക്കൽസിൻ്റെ ഒക്കെ പ്രസൻസ് കാരണം പൊല്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഡ്രിങ്കിങ്ങിന് അല്ലെങ്കിൽ കൺസംഷന് ഫിറ്റ് അല്ലാത്ത വാട്ടറിനെയാണ് നമ്മൾ പൊല്യൂട്ടഡ് വാട്ടർ എന്ന് വിളിക്കുന്നത്. ഇനി പൊല്യൂട്ടഡ് വാട്ടറുമായിട്ട് പലപ്പോഴും സ്റ്റുഡൻസ് കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് കണ്ടാമിനേറ്റഡ് വാട്ടർ. കണ്ടാമിനേറ്റഡ് വാട്ടർ എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ ഇനോർഗാനിക് സോൾട്ട്സ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഡിസീസ് കോസിങ് പാത്തജൻസിൻ്റെ പ്രസൻസ് ആണ്. അതായത് ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസംസ്, മൈക്രോ ഓർഗാനിസംസിൻ്റെ പ്രസൻസ് ഉള്ള വെള്ളത്തിനെയാണ് നമ്മൾ കണ്ടാമിനേറ്റഡ് വാട്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ടേംസും തമ്മിൽ കൺഫ്യൂസ് ആകല്ല. പൊല്യൂട്ടഡ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിൽ കെമിക്കൽസിൻ്റെയും ഇനോർഗാനിക് സോൾട്ട്സിൻ്റെയും ഒക്കെ പ്രസൻസ് കാരണം നമുക്ക് കൺസംഷന് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റാത്ത വെള്ളമാണ് പൊല്യൂട്ടഡ് വാട്ടർ. എന്നാൽ കണ്ടാമിനേറ്റഡ് വാട്ടർ എന്ന് പറയുമ്പോൾ ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളത് കൺസ്യൂം ചെയ്യാത്തത്. പിന്നെ അവസാനത്തേതാണ് മിനറൽ വാട്ടർ. അപ്പം യൂഷ്വലി ഈ സ്പോർട്സ് താരങ്ങളൊക്കെ കൺസ്യൂം ചെയ്യുന്ന വാട്ടറാണ് മിനറൽ വാട്ടർ. അതായത് ബോഡിക്ക് വേണ്ട എല്ലാ മിനറൽസും ഇലക്ട്രോലൈറ്റ്സും ഒക്കെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വെള്ളത്തിനെയാണ് നമ്മൾ മിനറൽ വാട്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് വാട്ടറിൻ്റെ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന വാട്ടറിൻ്റെ കാര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടെക്നിക്കൽ ടേംസ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് ദ വാട്ടർ വിച്ച് ഇസ് നോട്ട് കെമിക്കലി പ്യുവർ ബട്ട് ഡസ് നോട്ട് കണ്ടെയ്ൻ എനിത്തിങ് ഹാർംഫുൾ ടു ഹ്യൂമൻ ഹെൽത്ത്. ഇപ്പോൾ കെമിക്കലി പ്യുവർ ആയിട്ടുള്ള H2O അല്ല, പക്ഷേ ഇറ്റ് ഡസ് നോട്ട് കോസ് എനി ഡിസീസസ്. അപ്പോൾ അങ്ങനത്തെ വാട്ടറിനെ നമ്മൾ ഹോൾസം വാട്ടർ എന്നാണ് വിളിക്കുന്നത്. ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. In a BOD test, 1 ml of raw sewage was diluted to 100 ml and the dissolved oxygen concentration of diluted sample at the beginning was 6 ppm and it was 4 ppm at the end of 5-day incubation at 20 degrees Celsius. BOD of raw sewage. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനീഷ്യലി 1 ml റോ സീവേജിനെ 100 ml ആയിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുത്തു. പിന്നെ ഇനീഷ്യലി ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടൻറ്റ് സീവേജിൻ്റെ ഇറ്റ് വാസ് 6 ppm. ഇനി 5 ദിവസം ഇൻക്യുബേഷന് ശേഷം ഈ ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടൻറ്റ് 4 ppm ആയിട്ട് കുറഞ്ഞു. നമുക്ക് റോ സീവേജിൻ്റെ BOD ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ ഡൈല്യൂഷൻ
ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കണം എന്നതാണ്. ഇപ്പോൾ ഡൈല്യൂഷൻ ഫാക്ടർ ഇസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് ഡൈല്യൂട്ടിംഗ് വാട്ടർ ടു കോൺസെൻട്രേറ്റഡ് സാമ്പിൾ. ഇപ്പോൾ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വാട്ടറിൻ്റെ വോളിയം തന്നിട്ടുണ്ടെങ്കിൽ അത് ഡിവൈഡഡ് ബൈ ഇനീഷ്യലി നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് എടുത്ത റോ സാമ്പിളിൻ്റെ വോളിയം എത്രയാണോ അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡൈല്യൂഷൻ ഫാക്ടർ കിട്ടും. ചില ക്വസ്റ്റ്യൻസിൽ ഇത് പെർസെൻറ്റേജിൻ്റെ ടേംസിലായിരിക്കും തരുന്നത്. അതായത് ഇത്ര പെർസെൻറ്റേജ് ഡൈല്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് തരുവാണെങ്കിൽ നമുക്ക് ഡൈല്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇസ് 100 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഡൈല്യൂഷൻ. അപ്പോൾ ഇനി നമുക്ക് BOD കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനോട് നോക്കാം. BOD ഇസ് ഡിറ്റർമൈൻഡ് യൂസിങ് ദ ഇക്വേഷൻ ഇനീഷ്യൽ DO മൈനസ് ഫൈനൽ DO ഇൻറ്റു ഡൈല്യൂഷൻ ഫാക്ടർ. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഇനീഷ്യൽ DO 6 ppm ആണെന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഫൈനൽ DO 4 ppm ആയിരുന്നു. അപ്പോൾ 6 - 4 ഇൻറ്റു ഡൈല്യൂഷൻ ഫാക്ടർ ഇവിടെ വരുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു പെർസെൻറ്റേജിൻ്റെ ടേംസിലല്ല തരുന്നെങ്കിൽ നമ്മൾ ഡൈല്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്ന ഫോർമുല ഇസ് റേഷ്യോ ഓഫ് ഡൈല്യൂട്ടിംഗ് വാട്ടർ ടു കോൺസെൻട്രേറ്റഡ് സാമ്പിൾ. ഇപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ നമുക്ക് 100 ml ആണ് വരുന്നത്. അതായത് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷമുള്ള വോളിയം ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വോളിയം ഓഫ് ദ റോ സാമ്പിൾ ഇറ്റ് ഇസ് 1. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് BOD 200 ppm ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ. The minimum dissolved oxygen prescribed for a river stream to avoid fish kills is. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതുമാണ്. അക്വാട്ടിക് ലൈഫിനെ ബാധിക്കാത്ത രീതിയിൽ വാട്ടറിലെ ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടൻറ്റ് അക്വാട്ടിക് ലൈഫിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എത്രത്തോളം വേണം എന്നത് എപ്പോഴും ഓർത്തോളുക. അക്വാട്ടിക് ലൈഫ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ വാട്ടറിലെ ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടൻറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 4 ppm. അപ്പോൾ മിനിമം 4 ppm എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ വാട്ടറിനുള്ളിൽ അക്വാട്ടിക് ലൈഫ് സസ്റ്റെയിൻ ചെയ്യത്തുള്ളൂ. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ B 4 ppm. Bacteriological examination of drinking water for Escherichia coli or E. coli is performed because they are disease-causing virus. Their presence indicates viral contamination of water. They are used as indicator organism for probable presence of pathogens. They represent unique indicator organism for malaria. ഓക്കെ, ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് എസ്റ്ററേഷ്യ കോളൈ ഓർ E. coli. ഇതൊരു പർട്ടിക്കുലർ ഫോം ഓഫ് ബാക്ടീരിയ ആണ്. അപ്പോൾ E. coli എന്ന ബാക്ടീരിയ നമ്മൾ അതിൻ്റെ പ്രസൻസ് വാട്ടറിൽ കാണുവാണെങ്കിൽ അതിനർത്ഥം ഈ വാട്ടറിൽ ഫീക്കൽ മാറ്ററുമായിട്ടുള്ള കണ്ടാമിനേഷൻ നടന്നിട്ടുണ്ട് എന്നതാണ്. E. coli വാം ബ്ലഡഡ് ഓർഗാനിസംസിൻ്റെ ഇൻറ്റസ്റ്റൈനുള്ളിൽ കണ്ടുവരുന്നൊരു ബാക്ടീരിയയാണ്. അപ്പോൾ ഫീക്കൽ മാറ്ററുമായിട്ടുള്ള കണ്ടാമിനേഷൻ വാട്ടറുമായിട്ട് ഫീക്കൽ മാറ്റർ ഓർഗാനിസംസിൻ്റെ മിക്സ് ആകുമ്പോഴാണ് ഈ E. coliയുടെ പ്രസൻസ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. E. coli എന്ന ഓർഗാനിസം ഹാംഫുൾ അല്ല, അത് ഡിസീസസ് കോസ് ചെയ്യാറില്ല. പക്ഷേ ഈ കൊളയുടെ ഒപ്പം ഉണ്ടാകുന്ന ഫീക്കൽ മാറ്ററിൽ നിന്ന് മറ്റ് ഡിസീസസ് സ്പ്രെഡ് ആകാം. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും നമുക്ക് ഈ കൊളയുടെ പ്രസൻസ് കാണുവാണെങ്കിൽ നമ്മൾ ആ വാട്ടർ കൺസ്യൂം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആദ്യത്തെ ഓപ്ഷൻ ദേ ആർ ഡിസീസ് കോസിങ് വൈറസ് എന്നാണ്. ഈ കൊല ഒരു ബാക്ടീരിയയാണ്, വൈറസ് അല്ല. Their presence indicates viral contamination of water അല്ല. അവരുടെ പ്രസൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫീക്കൽ മാറ്ററുമായിട്ട് ഈ നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിൾ ഓഫ് വാട്ടർ മിക്സ് ആയിട്ടുണ്ട് എന്നതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദേ ആർ ഇൻഡിക്കേറ്റർ ഓർഗാനിസംസ് ഫോർ പ്രോബബിൾ പ്രസൻസ് ഓഫ് പാത്തജൻസ്. അപ്പോൾ അതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. പാത്തജനിക് മാറ്റർ ഫീക്കൽ മാറ്ററിൽ ഉണ്ടാകാം, പാത്തജനിക് ഓർഗാനിസംസ്. അപ്പോൾ ഈ ഓർഗാനിസംസിൻ്റെ പ്രസൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ് ഈ കൊളയുടെ പ്രസൻസ് കാണിക്കുന്നത്. ദേ റെപ്രസെൻറ്റ് യുണീക്ക് ഇൻഡിക്കേറ്റർ ഓർഗാനിസം ഫോർ മലേറിയ. അതും ഒരു റോങ് ഓപ്ഷനാണ്. മലേറിയയുടെ പ്രസൻസിനെ, മലേറിയ കോസ് ചെയ്യുന്ന ഓർഗാനിസംസിൻ്റെ പ്രസൻസിനെ ഈ കൊള ഇൻഡിക്കേറ്റ് ചെയ്യാറില്ല. ഈ കൊളയുടെ പ്രസൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫീക്കൽ മാറ്ററുമായിട്ടുള്ള കണ്ടാമിനേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടറിൽ പാത്തജൻസിൻ്റെ പ്രസൻസ് ഉണ്ടാകാം എന്നതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ടിൻറ്റോമീറ്റർ ഇസ് യൂസ്ഡ് ടു മെഷർ. ഓക്കെ, ഇപ്പോൾ ഡ്രിങ്കിങ് വാട്ടറിലെ പല ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഓർഡർ, ടെമ്പറേച്ചർ, അതേപോലെ കളറ്, അപ്പോൾ ഇങ്ങനത്തെ പല ഫിസിക്കൽ പ്രോപ്പർട്ടീസും ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പല മെത്തേഡ്സും പല ഇൻസ്ട്രുമെൻസും യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 3 എണ്ണമാണ് കളറ്, ടർബിഡിറ്റി, ഓർഡർ ടെസ്റ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ പേര്. ഇപ്പോൾ കളർ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ എക്യുപ്മെൻ്റ് ആണ് ടിൻറ്റോമീറ്റർ. ടർബിഡിറ്റി ടെസ്റ്റ് ചെയ്യാൻ ടർബിഡിമീറ്ററും അതേപോലെ ഓർഡർ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഓസ്മോസ്കോപ്പുമാണ് യൂസ് ചെയ്യുന്നത്. ഇനിയും ഇവയുടെ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ്സ് കൂടെ അറിഞ്ഞിരിക്കണം.
കളറ് നമ്മൾ എടുക്കുന്ന സാമ്പിൾ ഓഫ് വാട്ടറിൽ കളറിൻ്റെ വാല്യൂ നമ്മൾ ടിൻറ്റോമീറ്റർ യൂസ് ചെയ്ത് മെഷർ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ 5 to 20 mg/L എങ്കിൽ മാത്രമേ അങ്ങനത്തെ വാട്ടർ ഇറ്റ് ഇസ് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ് എന്ന് പറയുന്നത്. ഇനി ടർബിഡിമീറ്റർ വെച്ച് നമ്മൾ ടർബിഡിറ്റി മെഷർ ചെയ്യുമ്പോൾ ടർബിഡിറ്റിയുടെ വാല്യൂ ഷുഡ് ബി ബിറ്റ്വീൻ 5 to 10 mg/L. ഓർഡർ ഷുഡ് ബി ബിറ്റ്വീൻ 0 to 3 ton. അപ്പോൾ ഈ 3 വാല്യൂസ് എങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ ടിൻറ്റോമീറ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഇസ് യൂസ് ടു മെഷർ കളർ ഓഫ് ദ വാട്ടർ സാമ്പിൾ. ഓപ്ഷൻ എ. Bicarbonates of calcium and magnesium cause permanent hardness in water, temporary hardness in water, both permanent and temporary hardness in water, no hardness in water. ഇപ്പോൾ വാട്ടറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഹാർഡ്നെസ് എന്നുള്ളത്. അതായത് നമ്മൾ ചില സ്ഥലങ്ങളിലെ വെള്ളം യൂസ് ചെയ്ത് നമ്മൾ സോപ്പ് അതിൽ യൂസ് ചെയ്യുമ്പോൾ സോപ്പ് പതയാറില്ല. അപ്പോൾ അത് വാട്ടറിൻ്റെ ഹാർഡ്നെസ് കാരണമാണ്. അപ്പോൾ ഈ ഹാർഡ്നെസ് കാരണം ഉണ്ടാകുന്ന പല ഇഷ്യൂസാണ്. ഒന്ന് ഈ ക്ലോത്ത് ഒക്കെ തുണിയൊക്കെ വാഷ് ചെയ്യുമ്പോൾ അതിൽ സ്റ്റെയിൻസ് ഉണ്ടാകുക, സോപ്പ് ഇതേപോലെ പതയാതിരിക്കുക. അതേപോലെ നമ്മൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ബോയിലേഴ്സിലൊക്കെ ഹാർഡ് വാട്ടർ യൂസ് ചെയ്യുവാണെങ്കിൽ അത് ബോയിലർ ബേസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഹാർഡ്നെസ് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്, ടെമ്പററി ഹാർഡ്നെസ് ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ്. ടെമ്പററി ഹാർഡ്നെസ്സിൻ്റെ മറ്റൊരു പേരാണ് കാർബണേഷ്യസ് ഹാർഡ്നെസ്. കാരണം ഈ ടെമ്പററി ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത് കാർബണേറ്റ് ആൻഡ് ബൈകാർബണേറ്റ് അയൺസ് ആണ്. HCO3യുടെയും CO3യുടെയും അയൺസ് ആണ് ടെമ്പററി ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്. ഇനി പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് വെച്ചാൽ ക്ലോറൈഡ് ആൻഡ് സൾഫേറ്റ് അയോൺസ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം കോസ് ചെയ്യുന്നതാണ് പെർമനൻറ്റ് ഹാർഡ്നെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഹാർഡ്നെസ് ഉണ്ട്, ടെമ്പററി ആൻഡ് പെർമനൻറ്റ്. ടെമ്പററി ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത് കാർബണേറ്റ് ആൻഡ് ബൈകാർബണേറ്റ് അയൺസ് ആണ്, കാൽഷ്യത്തിൻ്റെ മെഗ്നീഷ്യത്തിൻ്റെ. അപ്പോൾ ഈ അയൺസ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ടെമ്പററി ഹാർഡ്നെസ്സിനെ കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്നും വിളിക്കാറുണ്ട്. പെർമനൻറ്റ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത് ക്ലോറൈഡ് ആൻഡ് സൾഫേറ്റ് അയോൺസ് ആണ്. ഇതിൻ്റെ മറ്റൊരു പേര് നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്നുമാണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ഏത് ടൈപ്പ് ഹാർഡ്നെസ് കോസ് ചെയ്തു എന്നതാണ്. സോ ദ ആൻസർ ഇസ് ടെമ്പററി ഹാർഡ്നെസ്. അടുത്തത്, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് വേസ്റ്റ് വാട്ടർ BOD സ്റ്റാൻഡ്സ് ഫോർ. അപ്പോൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ യൂസ് ചെയ്ത ടേമാണ് ഈ BOD. BODയുടെ ഫുൾ ഫോമും പല എക്സാംസിനും ചോദിച്ചിട്ടുള്ളതാണ്. BOD സ്റ്റാൻഡ്സ് ഫോർ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പോൾ ഒരു സാമ്പിൾ ഓഫ് വാട്ടറിൽ ഓർഗാനിക് മാറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഓർഗാനിക് മാറ്ററിനെ കംപ്ലീറ്റ്ലി ഡീകമ്പോസ് ചെയ്യാനായിട്ട് മൈക്രോ ഓർഗാനിസംസിന് ഈ വെള്ളത്തിനുള്ളിൽ ഉള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ എത്രത്തോളം വേണ്ടി വരുന്നു എന്നതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് ഈ BOD. ഫുൾ ഫോം ഓർത്തോളുക, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഓഫ് നൈട്രജൻ വെൻ ഇൻ എക്സസീവ് അമൗണ്ട്സ് ഇൻ വാട്ടർ കോൺട്രിബ്യൂട്ട്സ് ടു ദ ഇൽനെസ് നോൺ ആസ് ഇൻഫൻറ്റ് മെത്തമോഗ്ലോബനീമിയ. ഓക്കെ, ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നൈട്രജൻ്റെ കോമ്പൗണ്ട്സ് വെള്ളത്തിൽ 4 ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാം. ഈ 4 ഫോമിൽ ഒന്നാണ് നൈട്രേറ്റ്. അപ്പോൾ ഈ നൈട്രേറ്റിൻ്റെ എക്സസ് സാമ്പിളിൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വാട്ടർ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന വാട്ടറിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് ഇൻഫൻറ്റ് മെത്തമോഗ്ലോബനീമിയ. നൈട്രേറ്റ്സ് in too much amount or excess of 45 mg/L in water cause മെത്തമോഗ്ലോബനീമിയ. ഈ ഒരു ഡിസീസിൻ്റെ മറ്റൊരു പേരാണ് ബ്ലൂ ബേബി ഡിസീസ്. അപ്പോൾ ഇതിൻ്റെ നൈട്രേറ്റിൻ്റെ പെർമിറ്റഡ് ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് ആണ് 45 mg/L. അപ്പോൾ ഇതിൽ എക്സസ് വരുമ്പോഴാണ് കുട്ടികളിൽ ഈ ഒരു അസുഖം കണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു നൈട്രേറ്റിൻ്റെ അമൗണ്ട് കൂടുന്തോറും നമ്മുടെ ബ്ലഡിലുള്ളിലെ ഹീമോഗ്ലോബിന് ഓക്സിജൻ്റെ അഫിനിറ്റി കുറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഡിസീസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പേര് ഓർത്തോളുക, ബ്ലൂ ബേബി ഡിസീസ് ഓർ മെത്തമോഗ്ലോബനീമിയ. ഇത് കോസ് ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എക്സസ് ഓഫ് നൈട്രേറ്റ്. യൂട്രോഫിക്കേഷൻ ഓഫ് വാട്ടർ ബോഡീസ് ഇസ് കോസ്ഡ് ബൈ. നമ്മൾ വാട്ടർ പൊല്യൂഷനിൽ പഠിക്കുന്ന ഒരു ടേമാണ് യൂട്രോഫിക്കേഷൻ. അപ്പോൾ ഈ പല കുളങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പലതിലും ഒരു ആൽഗൽ ബ്ലൂം ഒക്കെ കാണാം. അതായത് ഗ്രീൻ കളറിൽ പായലിൻ്റെ അംശമൊക്കെ ഒരുപാട് കൂടി ആൽഗെ ഒക്കെ ഒരുപാട് വളർന്ന് വെള്ളത്തിൻ്റെ സർഫസ് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ പായൽ നിറഞ്ഞു കിടക്കുന്ന കുളങ്ങളിലൊക്കെ സംഭവിക്കുന്ന ഒരു ഫിനോമിനാണ് യൂട്രോഫിക്കേഷൻ. യൂട്രോഫിക്കേഷൻ ഉണ്ടാകുന്നത് എക്സസ് ന്യൂട്രിയൻറ്റ് സപ്ലൈ ഈ കുളത്തിനുള്ളിലേക്ക് വരുന്നതുകൊണ്ടാണ്. പലപ്പോഴും
ഇൻഡസ്ട്രീസ് പുറന്തള്ളുന്ന ന്യൂട്രിയൻസ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഫീൽഡ്സിൽ നിന്നൊക്കെ നമ്മൾ ഫെർട്ടിലൈസർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ന്യൂട്രിയൻസ് മഴവെള്ളത്തിൽ കൂടെ ഒഴുകി ഈ കുളങ്ങളിലേക്കും ലേക്സിലേക്കൊക്കെ വരുമ്പോൾ അത് ഈ ലേക്കിലെ വാട്ടറിനെ അല്ലെങ്കിൽ കുളങ്ങളിലെ വാട്ടറിനെ ന്യൂട്രിയൻ റിച്ച് ആക്കും. അപ്പം വെള്ളത്തിലുള്ള ആൽഗെ ഈ ന്യൂട്രിയൻസ് യൂസ് ചെയ്ത് ഗ്രോ ചെയ്യും, എക്സസീവായിട്ട് ഗ്രോ ആയി ആൽഗൽ ബ്ലൂം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ യൂട്രോഫിക്കേഷൻ ഇസ് കോസ്ഡ് ഡ്യൂ ടു എക്സസീവ് ഡിസ്ചാർജ് ഓഫ് ന്യൂട്രിയൻസ്. ഏത് ന്യൂട്രിയൻസ് എന്ന് സ്പെസിഫിക്കലി എടുത്ത് ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ നൈട്രജനും ഫോസ്ഫറസും ഒക്കെ ആയിരിക്കും. അടുത്തത്, ആസ് പെർ IS 10500 ദ മാക്സിമം അലവബിൾ കോൺസെൻട്രേഷൻ ഓഫ് ഫ്ലൂറൈഡ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫ്ലൂറൈഡ് കണ്ടൻറ്റിൻ്റെ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ്, അതായത് കൺസ്യൂം ചെയ്യുന്ന വാട്ടറിൽ ഫ്ലൂറൈഡ് കണ്ടൻറ്റിൻ്റെ ലിമിറ്റ് എത്ര എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് വേരീസ് ഫ്രം 1 to 1.5 mg/L. ഇപ്പോൾ 1-ൽ കുറയാനും പാടില്ല, 1.5-ൽ എക്സീഡ് ചെയ്യാനും പാടില്ല. ഈ ഒരു ലിമിറ്റിനുള്ളിൽ തന്നെ നിൽക്കണം. അടുത്തത്, ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974 വാസ് ഇനാക്റ്റഡ് ബൈ വിച്ച് അതോറിറ്റി? അപ്പോൾ നമ്മുടെ സിലബസിൽ വാട്ടർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട ലോസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അതിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് ഈ വാട്ടർ ആക്ട് 1974. അപ്പോൾ ഇത് ഏത് അതോറിറ്റി, ഏത് മിനിസ്ട്രിയാണ് നിലവിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ്. ഇതിനണ്ടറിലാണ് ഈ വാട്ടർ ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വാട്ടർ ആക്ട് നിലവിൽ വന്നതിന് ശേഷം ആണ് വാട്ടർ ആക്ടിലെ പ്രൊവിഷൻസൊക്കെ നമുക്ക് ഇന്ത്യൻ ലോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദ ആൻസർ ഇസ് മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ്. വാട്ട് ഇസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974? അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ ഉദ്ദേശം എന്താണ്? ഓപ്ഷൻസ്: പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ, പ്രൊമോഷൻ ഓഫ് വാട്ടർ കൺസർവേഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ്, ഓൾ ദ അബോവ്. ഓൾ ദ അബോവ് ആണ് ആൻസർ വരുന്നത്. കാരണം ഈ ഒരു ആക്ടിന് അണ്ടറിൽ നമ്മൾ വാട്ടർ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും മാത്രമല്ല, ഉള്ള എക്സിസ്റ്റിംഗ് വാട്ടർ റിസോഴ്സസിനെ കൺസേർവ് ചെയ്യുക എന്നതുകൂടെ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. MPN index is a measure of which of the following? Coliform bacteria, BODS, dissolved oxygen content, hardness. നമ്മൾ ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷനിൽ പഠിക്കുന്ന ഒരു ടേമാണ് MPN. MPN സ്റ്റാൻഡ്സ് ഫോർ മോസ്റ്റ് പ്രോബബിൾ നമ്പർ. ഈ MPN കൗണ്ട് ഒക്കെ നമ്മൾ എടുക്കുന്നത് കോളിഫോം ബാക്ടീരിയയുടെ കൗണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പല ടെസ്റ്റുകളുണ്ട് ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷനിൽ. അപ്പോൾ അതിൽ എത്ര കോളനീസ് ഉണ്ടാവുന്നുണ്ട് എന്ന് നമ്മൾ മൈക്രോസ്കോപ്പിനുള്ളിൽ വെച്ച് നോക്കി കൗണ്ട് ചെയ്തനുസരിച്ചൊരു ഓൾമോസ്റ്റ് ആവറേജ് അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ പറയും MPN ഓഫ് കോളിഫോം ബാക്ടീരിയ. ഇപ്പോൾ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ, കറക്റ്റ് ആൻസേഴ്സ് ഓപ്ഷൻ എ കോളിഫോം ബാക്ടീരിയ, ആൻഡ് MPN സ്റ്റാൻഡ്സ് ഫോർ മോസ്റ്റ് പ്രോബബിൾ നമ്പർ. Sewage may be disposed of without treatment into a water body if the available dilution is. Okay. ഇപ്പോൾ സീവേജ് എഫ്ലുവൻസ് നമ്മൾ വാട്ടർ ബോഡീസിലേക്ക് അതേപോലെ ലാൻഡിലേക്ക് ഒക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യാറുണ്ട്. അപ്പോൾ വാട്ടർ ബോഡീസിലേക്ക് ഡിസ്പോസ് ചെയ്യാൻ നേരം അത് എത്രത്തോളം ഡൈല്യൂഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ വാട്ടർ ബോഡിയിലേക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ദ ഡൈല്യൂഷൻ ഫാക്ടർ ഇസ് ഗ്രേറ്റർ ദാൻ 500, നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ തന്നെ നമുക്ക് ഈ എഫ്ലുവൻസ് വാട്ടർ ബോഡീസിലേക്ക് റിലീസ് ചെയ്യാം. ഇഫ് ദ ഡൈല്യൂഷൻ ഫാക്ടർ ഇസ് ബിറ്റ്വീൻ 300 to 500, സെഡിമെൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ. 150 to 300-നുള്ളിലാണ് ഡൈല്യൂഷൻ ഫാക്ടർ എങ്കിൽ സെഡിമെൻറ്റേഷൻ പ്ലസ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് കൂടെ ചെയ്യണം. അതായത് കോയാഗുലൻസ് ഒക്കെ ആഡ് ചെയ്ത് കുറേയൊക്കെ വേസ്റ്റിനെ അല്ലെങ്കിൽ അതിനുള്ളിൽ ടോക്സിക് സബ്സ്റ്റൻസസിനെ റിമൂവ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇഫ് ദ ഡൈല്യൂഷൻ ഫാക്ടർ ഇസ് ലെസ് ദാൻ 150, അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് സീവേജ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് മാത്രമേ ഈ വേസ്റ്റ് നമ്മൾ വാട്ടർ ബോഡീസിലേക്ക് റിലീസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇഫ് ദ ഡൈല്യൂഷൻ ഫാക്ടർ ഇസ് ഗ്രേറ്റർ ദാൻ 500. വാട്ട് ഇസ് എ ടൈപ്പ് ഓഫ് പൊല്യൂഷൻ വെയർ പൊല്യൂട്ടൻസ് റീച്ച് ദ വാട്ടർ ബോഡി ഇൻ പോയിൻറ്റ്സ് കോൾഡ്? ഓക്കെ, അപ്പോൾ നമുക്ക് ബേസ്ഡ് ഓൺ ദ സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ നമുക്ക് രണ്ടായിട്ട് പൊല്യൂട്ടൻസിൻ്റെ ഡിസ്പോസലിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ
പല ടൈപ്പ് പൊല്യൂഷൻ ഉണ്ട്. അതായത് നമുക്കിപ്പോൾ മഴവെള്ളം ഒഴുകി വരുന്ന പൊല്യൂട്ടൻസ് ഉണ്ട്. ഇപ്പോൾ അഗ്രികൾച്ചറൽ ഫീൽഡ്സിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, മഴ പെയ്യുമ്പോൾ ഈ മഴവെള്ളത്തിൽ കൂടെ അത് ഒഴുകി വാട്ടർ ബോഡീസിലേക്ക് ഒഴുകി വരുന്നു. അങ്ങനത്തെ പൊല്യൂഷൻ ഉണ്ടാകാം. അല്ലെങ്കിൽ ഈ കമ്പനികൾ അല്ലെങ്കിൽ ഫാക്ടറീസ് ഒക്കെ റിലീസ് ചെയ്യുന്ന കൂട്ട് ഏതെങ്കിലും ഒരു വാട്ടർ ബോഡിയിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അവരുടെ പൈപ്പ് ലൈൻ വന്ന് ഈ സീവേജിനെ റിലീസ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് പൊല്യൂഷനും ഉണ്ടാകാം. അപ്പം ദ ഫസ്റ്റ് വൺ ഇസ് പോയിന്റ് സോഴ്സ്. അതായത് നമുക്ക് പർട്ടിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാം ഈ പർട്ടിക്കുലർ പോയിന്റിലാണ് ഈ വേസ്റ്റ് അല്ലെങ്കിൽ പൊല്യൂഷൻ കോസ് ചെയ്യുന്ന വേസ്റ്റ് ഈ വാട്ടർ ബോഡിയിലേക്ക് റിലീസ് ആകുന്നത് എന്ന് സ്പെസിഫിക്കലി പറയാൻ പറ്റുന്ന ടൈപ്പ് പൊല്യൂഷനെയാണ് നമ്മൾ പോയിന്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. സോഴ്സസ് വിച്ച് ഡിസ്ചാർജ് പൊല്യൂട്ടൻസ് ഡയറക്ട്ലി ടു ദ വാട്ടർ. Example, oil wells near water bodies, factories, etc. They are easily identifiable. ഇനി നേരത്തെ പറഞ്ഞ മഴവെള്ളത്തിൽ കൂടെ ഒക്കെ ഒഴുകി വരുന്നു, അല്ലെങ്കിൽ മറ്റ് പല ഫാക്ടേഴ്സ്, ഇപ്പോൾ ആസിഡ് റെയിൻ ഒക്കെ ആണെങ്കിൽ മഴ പെയ്ത് അറ്റ്മോസ്ഫിയറുള്ള പൊല്യൂട്ടൻസ് ഈ മഴവെള്ളത്തിനുള്ളിൽ മിക്സായി മഴവെള്ളത്തിൻ്റെ കൂടെ താഴേക്ക് വാട്ടർ ബോഡീസിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനത്തെയൊക്കെ പൊല്യൂഷനെ നമുക്ക് നോൺ പോയിന്റ് സോഴ്സ് എന്ന് വിളിക്കാം. കാരണം നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്ന പോയിന്റിലാണ് പൊല്യൂട്ടൻസ് വാട്ടർ ബോഡിയിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് സ്പെസിഫിക്കലി പറയാൻ പറ്റില്ല. Sources which do not have a specific location for discharging the pollutants. Example, runoff from agricultural fields, roads, streets, etc. They are not easily identifiable. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് പോയിന്റ് സോഴ്സ് പൊല്യൂഷനെ കുറിച്ചായിരുന്നു. ടൈപ്പ് ഓഫ് പൊല്യൂഷൻ where pollutants reach the water body in points. സ്പെസിഫിക് ആയിട്ട് നമുക്ക് പോയിന്റ് ചെയ്ത് പറയാൻ പറ്റും ഇന്ന പോയിന്റിലാണ് പൊല്യൂട്ടൻ്റ് ആഡ് ചെയ്യപ്പെട്ടതെന്നുള്ളത്. ഇതാണ് പോയിന്റ് സോഴ്സ് പൊല്യൂഷൻ. അപ്പോൾ ബാക്കി ഇത്രയും ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റ് ബാക്കി ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.